പൊതുവെ രേണു ചേച്ചി ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അത്ര വലിയ ജാട അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത് പലപ്പോൾ നമ്മളിങ്ങനെ തോന്നാറുണ്ട് അല്ലയോ അടുത്തറിഞ്ഞാൽ ഇപ്പൊ എന്നെ. രേണു സുധി എന്ന അധ്യായത്തിലേക്ക് വീണ്ടും ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. രേണു സുധി കണ്ടന്റ് കിങ് എന്നൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വിശേഷിപ്പിച്ചേക്കാം. അത് വേറൊന്നും കൊണ്ടല്ല, ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയക്കാരനെ കണ്ട അപ്പ ചേച്ചി കണ്ടന്റ് കൊടുക്കും, അപ്പ ചേച്ചി ബൈറ്റ് കൊടുക്കും. ആ ബൈറ്റിൽ 10 പേർക്ക് വീഡിയോ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ചേച്ചി ഇട്ടിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കണ്ടന്റ് കിങ് എന്നൊക്കെ ചേച്ചിയെ വിശേഷിപ്പിച്ചത്. ഈ ചേച്ചിയെ കഴിഞ്ഞ ദിവസം ശാന്തിവിള ദിനേശൻ ഒന്ന് വലിച്ചു കീറി അങ്ങോട്ട് ഒട്ടിച്ച് തേച്ച് വിടുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. രേണു സൈഫി അതിനുള്ള ഒരു മറുപടിയും അവരുടെ ഇൻസ്റ്റാഗ്രാം വഴി ഇട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ നാം അതെടുത്തില്ല, നാം ഇതെടുത്തു പോട്ടെ, താല്പര്യമില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞതാണ്. പക്ഷെ ഇന്ന് രേണുത്തേത്തീനെ ഒരാൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊക്കിയെടുത്ത് തലയിൽ വെച്ച് അങ്ങോട്ട് ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഒരു വീഡിയോ എനിക്കും ചെയ്യണമെന്ന് തോന്നി. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ വല്ലതും കാണിച്ചിട്ടുണ്ടാവുമായിരിക്കും, കാണിക്കും ഉറപ്പായിട്ടും. ജാസി അസി രേണുത്തേത്തിയെ പറ്റി അങ്ങോട്ട് പുകഴ്ത്തുക നിന്ന്. ഈ രേണുത്തേത്തിയെ പറ്റി പുകഴ്ത്തുമ്പോഴത്തേക്ക് ഒരു 10 പേരെങ്കിലും രേണുവിനെ സപ്പോർട്ട് ചെയ്തു, എന്നാ ഇരിക്കട്ടെ എൻ്റെ മോക്കൊരു കുതിരപ്പവൻ എന്നും പറഞ്ഞ് വീഡിയോയ്ക്ക് വന്ന് ലൈക്ക് ചെയ്യും എന്നൊക്കെ കരുതിയിട്ടുണ്ടാവുമായിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ സമൂഹത്തിൽ അത്യാവശ്യം നല്ല ചീത്തപ്പേരുകൾ ഉണ്ടാക്കി നല്ല നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരാളെ ജാസിയെ പോലെ ഉള്ള ഒരാൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും. കാരണം ജാസി എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒരു കാരണവശാലും ജാസി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. പറ്റത്തില്ല ഒരു കാരണവശാലും. മനുഷ്യജീവി എന്നുള്ളൊരു പരിഗണന കൊടുത്ത് ഓക്കെ ജീവിച്ചു പോട്ടെ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. പക്ഷെ എടുത്ത് മറ്റേ തലയിലൊന്നും വെക്കാൻ എന്നെ കിട്ടത്തില്ല. അതുപോലുള്ള എനിക്ക് എടുത്ത് തലയിൽ വെക്കാൻ തീരെ താല്പര്യമില്ലാത്ത ജാസി അസി നമ്മുടെ രേണു സുധിയെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. പൊതുവെ രേണു ചേച്ചി ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അത്ര വലിയ ജാട അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത് പലപ്പോൾ നമ്മളിങ്ങനെ തോന്നാറുണ്ട് അല്ലയോ അടുത്തറിഞ്ഞാൽ ഇപ്പൊ എന്നെ കുറിച്ച് ആൾക്കാർ പലതും പറയുന്നുണ്ട്. ജാസിനോട് ഇപ്പൊ ജൻസീർ കൂത്തുപറമ്പിലൊക്കെ അവിടെ ഇരിക്കട്ടെ, ജാസി ഈ ജാട കാണിക്കാനായിട്ട് എന്താണ് രേണു സുധിക്കുള്ളത്? ഇപ്പോ നമ്മുടെ നടിമാരെ എടുത്തോ, മഞ്ജു വാര്യർ, ഇപ്പോ വേണ്ട കുറച്ചുകൂടെ താഴത്തേക്ക് നമുക്ക് പോവാം. താഴത്തേക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല. വല്ലപ്പോഴും ഒക്കെ സിനിമ ചെയ്യുന്ന ഒരാളുണ്ട്, അതിഥി രവി എന്ന് പറയുന്നത്. അവർ വരെ ജാട ഇച്ചിരി കാണിച്ചോട്ടെ, നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഒരു സിനിമാ നടിയാണ് അവര്, മനസ്സിലായോ? ഒരുപാട് കാശ് സമ്പാദിക്കുന്ന ഒരു സിനിമാ നടി, ഇത്തിരി ജാടയൊക്കെ ആയിക്കോട്ടെ. രേണു സുധി ജാടയിട്ട നമ്മൾ എന്തിനാടേ? അത്ര വലിയ ആളാണല്ലോ രേണു, അപ്പം ജാടയൊക്കെ ഇച്ചിരി രേണു ജാട കാണിക്കേണ്ട കാര്യം എന്താ? അതിനെന്താ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി? ആ സുധി എന്ന മനുഷ്യൻ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ മനുഷ്യൻ പോയത് കൊണ്ട്, അല്ലെങ്കിൽ അതിന് ശേഷം പുള്ളിയുടെ പേര് ഉപയോഗിച്ച് നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ പോയി ഇച്ചിരി വെള്ള പൂശിയിട്ട് തിരിച്ചിറങ്ങി വന്ന ഒരാൾ, അല്ലെങ്കിൽ എന്നെ പോലുള്ളവരെ തെറ്റിദ്ധരിച്ചു. പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു 2-3 അവരുടെ ഒരു ബൈറ്റുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത്. അതിൽ നിന്നൊക്കെ വിചാരിച്ചു, ദൈവമേ ഇവർ ഇത്ര നല്ല സ്ത്രീ ആയോ? പക്ഷെ അത് വെറും തെറ്റിദ്ധാരണയായിരുന്നു എന്ന് തെളിയിച്ചു തന്ന ഒരു വ്യക്തി. അവരിപ്പം റോട്ടിൽ കൂടെ നടന്നു പോയാലും ആരെങ്കിലും ഒക്കെ അയ്യോ രേണു ചേച്ചി എന്നും പറഞ്ഞ് പുറകെ ചെല്ലുന്നത് എനിക്കറിയാൻ പാടില്ല എന്ത് കണ്ടിട്ടാണെന്ന്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെല്ലുന്നതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്ന് കറങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെ ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്ത് കണ്ടിട്ടാന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ മറ്റേ എന്താണ് ബെസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഒരു അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് ഇൻഫ്ലുവൻസ് ഇവർ ചെയ്യുന്നത്? നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി അങ്ങോട്ട് പൊങ്ങി വരിക, കാശുണ്ടാക്കുക, അതാണോ ഇവരിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയി നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം? പാവപ്പെട്ടവന്റെ ഒരു സംശയമാണേ. പിന്നെ ജാസിയെ പോലുള്ള ആള് ഉറപ്പായിട്ടും പറയും, അത് ഉറപ്പുള്ള കാര്യമാണ്. അയ്യോ ജാട പോലും ഇല്ലാത്തൊരു പാവം കുട്ടി ഇത്രയും വലിയൊരാള് എന്ന് ജാസി പറഞ്ഞാൽ മതി. നമുക്കൊന്നും അത് പറയാനായിട്ട് ഒരു താല്പര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന്. കമന്റ് ബോക്സിൽ പറയണേ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ ഈ രേണു സുധി എന്ന് പറയുന്ന ആളെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഹായ് രേണുമോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി അങ്ങോട്ട് തുത്തിട് വാവ ഇങ്ങ് വന്നേടി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മറ്റേ
എനിക്കറിയാൻ പാടില്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ടില്ല എന്നല്ല, പക്ഷെ എന്ത് കണ്ടിട്ടാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതൊക്കെ ഈ ജാസിയുടെ പുറകെയൊക്കെ പോകുന്നത് എന്ത് കണ്ടിട്ടാ? ആരേ ഇതുങ്ങളൊക്കെ? നമുക്ക് ബാക്കി കേൾക്കാം. നമ്മളെ പോലുള്ള ഒരാള് അത്രേ ഉള്ളടേ, എന്നെ നിങ്ങളെ പോലുള്ള ഒരാള് അത്രേ ഉള്ളൂ. ലാലേട്ടനും മമ്മൂക്കിയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ പുറകെ പോവാം. കാരണം അവര് ജനങ്ങളെ അത്രയ്ക്ക് ത്രസിപ്പിച്ച രണ്ട് നടന്മാരാണ്. അല്ലെങ്കിൽ സിനിമാ നടികൾ മഞ്ജു വാര്യർ ഉൾപ്പെടെ, ഈ അതിഥി രവി ഉൾപ്പെടെ അവരുടെ സിനിമയിലൂടെ ജനങ്ങളെ ത്രസിപ്പിച്ച ആളുകളാണ്. ഒരു കാണുമ്പോൾ നമുക്കൊരു സെൽഫി എടുത്തേക്കാം എന്നൊക്കെ തോന്നി നമുക്ക് പോകാം. ഇതുങ്ങളെയൊക്കെ എന്ത് കണ്ടിട്ട് എനിക്ക് അറിയാൻ പാടില്ല. ബാക്കി കേൾക്കാം. ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായി, ജാസിനെ ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ ഞങ്ങൾ വിളിക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ജാസി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത്. പക്ഷെ ആ തെൻസർക്കിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ ജാസിനെ ആഷിനെ പോലെ എത്രയും പാവമായിട്ടുള്ള ഒരു ആൾക്കാരെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത് നമ്മളൊരാൾ ഇടപഴകുന്നതിന്റെ വെച്ച് നോക്കുകയാണ്. കാരണം ചില പുറത്തുനിന്ന് കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര വലിയ ആൾക്കാർ, അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് അവരിങ്ങനെ പ്രതികരിക്കുമോ എന്നൊക്കെ തോന്നലാണ്. പക്ഷെ അടുത്തറിയുമ്പോൾ എല്ലാവരും പാവങ്ങളാണ്. ഈ പറഞ്ഞ രേണു ചേച്ചി പാവാണ്, ഈ പറഞ്ഞ ശ്രീലക്ഷ്മി പാവാണ്, ഈ പറഞ്ഞ ഞാൻ പാവാണ്, ആശി പാവാണ്, എല്ലാവരും പാവങ്ങളാണ് ബേസിക്കലി. അല്ല, പാവങ്ങളല്ലാത്ത മനുഷ്യന്മാരുണ്ടോ? എല്ലാരും അവരുടെ കുടുംബത്തിൽ അവര് പാവങ്ങളായിരിക്കും ഒരു പരിധി വരെ. അതിന്റെ അപ്പുറത്തേക്ക് എല്ലാവരും അങ്ങ് പാവങ്ങളായിട്ട് നിന്ന് കഴിഞ്ഞാൽ പുറകെ വരുന്നവൻ കയറി ഇറങ്ങി അങ്ങ് പോകും. പിടികിട്ടിയോ? പിന്നെ ദാസി ഒന്നും അങ്ങനെ വലിയ കഥകളൊന്നും പറയല്ലേ. ദാസി എന്തിനാ ഈ കിടന്ന് ഈ ഡയലോഗൊക്കെ അടിക്കുന്നതെന്ന് ചോറുണ്ണുന്ന മാമു ഉണ്ണുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ആ തേത്തിക്ക് കുറച്ച് നെഗറ്റീവ് റീച്ച് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ മോള് പിന്നെ മൊത്തത്തിൽ മോളെന്നൊന്നും വിളിക്കാൻ പാടില്ല, സോറി. ദാസി പ്രത്യേകിച്ച് മൊത്തത്തിൽ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരാളാ. ദാസി ഒന്നും ഒരിക്കലും ആരും എടുത്ത് തലേ വെക്കത്തില്ല. ദാസി ഒന്ന് മനസ്സിലാക്കിയ വലിയ ഉപകാരമായിരിക്കും. ഞാൻ ഇപ്പോഴും പറയും, എനിക്ക് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, താല്പര്യമില്ല. സപ്പോർട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒരു രീതിയിലും ഈ സാധനത്തിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല, നടക്കത്തില്ല. സമൂഹത്തിൽ ഏറ്റവും ബാഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നല്ല രീതിയിൽ വൃത്തികെട്ട രീതിയിൽ, നല്ല രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് വൃത്തികെട്ട രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ഐറ്റങ്ങളാണ് ഇതൊക്കെ. എനിക്കങ്ങനെ പറയാനുള്ളൂ, അങ്ങനെ എനിക്ക് തോന്നുന്നുള്ളൂ. ഇതുങ്ങളെയൊക്കെ കണ്ടിട്ട് ഇതുപോലൊക്കെ ആവണമെന്ന് നമ്മുടെ പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ. ബാക്കി കാണാം. അതേപോലെ രേണുചേച്ചിന്റെ ഒരു ആൽബം ഇറങ്ങിയല്ലോ, മന്ദാരച്ചേരി എന്നൊരു ആൽബം, അത് കണ്ടിരുന്നു. നല്ല സോങ്, അടിപൊളിയായിട്ട് രണ്ടാളും ആക്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടം. മന്ദാരച്ചേല് നിങ്ങൾ കണ്ടായിരുന്നോ? മന്ദാരച്ചേല് കുറച്ച് ഞാനൊന്ന് ഓടിച്ചു കണ്ടു. ഒറ്റ സ്വിച്ചിലൊന്നും എൻ്റെ പൊന്നെ മൊത്തത്തിൽ ഇരുന്ന് കാണാനൊന്നും നമ്മളെ കൊണ്ട് വയ്യ. ഒന്നിങ്ങനെ ഓടിച്ചു നോക്കി. ഈ താസി പറയുന്ന കേട്ടപ്പോ സൂപ്പറായിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർ കുടുംബവുമായി അച്ഛൻ, അമ്മ, അമ്മുമ്മ, അപ്പൂപ്പൻ എല്ലാരെയും വിളിച്ചിരുത്തി നിങ്ങൾ TV-യിൽ പ്ലേ ചെയ്ത് കാണാൻ പറ്റിയ സാധനം. കാണണം, എല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം രേണു സുധീനെ, കേട്ടോ? എന്തോന്നാടേ വിളിച്ചു കൂവുന്നതൊക്കെ ഇതുപോലത്തെ ഓരോ. ഇതാണ് ഞാൻ പറയുന്നത്, ഇതിനെ ഒന്നും ഒരു കാരണവശാലും ഇതിനെ ഒന്നും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രൊമോട്ട് ചെയ്യരുത്. പിടികിട്ടിയോ? ഇപ്പൊ ചില കുട്ടികൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഐറ്റങ്ങൾ അതാണല്ലോ പറയുന്നത്. ഈ ഐറ്റങ്ങളുടെ ഹോർമോണൽ മറ്റേ തേങ്ങ ആയിക്കോട്ടെ, ആയിരിക്കാം. പക്ഷെ ചിലപ്പോ അതൊക്കെ മാറ്റിയെടുക്കാൻ ഏതെങ്കിലും രീതിയിൽ അച്ഛനെ അമ്മയൊക്കെ കണ്ട് എത്രയൊക്കെ ആണെങ്കിലും ഇമോഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുവഴി ചിലപ്പോൾ നമുക്ക് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഈ സാധനമൊക്കെ കിടന്ന് ഈ കാണിക്കുന്ന പരിപാടി വെച്ചിട്ട് അത് എവിടെ എത്തിക്കും പുതുതലമുറയെ എന്നെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നശിപ്പിക്കും. അതാണ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. ഇനിയും നമുക്ക് പ്രിയങ്കരിയായിട്ടുള്ള രേണു സുധിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ആണേ. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ശാന്തിവള ദിനേശൻ അങ്ങോട്ട് വലിച്ചു കീറിയപ്പോഴത്തേക്ക് രേണുത്തേത്തി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അതിലെ 1-2 കാര്യത്തിൽ എനിക്ക് രേണു സുധിയോട് തിരിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതുകൊണ്ട് മാത്രം ഇതിവിടെ പ്ലേ ചെയ്യുവാണേ. മൊത്തത്തിൽ നിങ്ങൾ കാണണേ. ഇനി ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും, ആ ചോദ്യങ്ങൾ തന്നെയാണ്. ഇതൊന്ന് കേട്ടോ. ഹായ്, ഹലോ, രേണു സുധിയാണ്. എയർ തന്നെയാണ് എപ്പോഴും. എയറിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട്, കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു. ഒത്തിരി താങ്ക്സ്. സജീന ചേച്ചിയുടെ വ്ളോഗ് മാത്രമേ കാണാറുള്ളൂ രേണു സുധി? ഈ സജീന എന്ന് പറയുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. രേണു സുധിയുടെ കൂട്ടുകാരിയാണ് സജീന. പിന്നെ രേണു സുധി പറയുന്നുണ്ടല്ലോ, ഒരുപാട് ഏതൊക്കെയോ യൂട്യൂബേഴ്സ്
ഒരുപാടല്ലെങ്കിലും കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. രേണുസുതി 1-2 പേരുടെ പേര് പറയുമോ? രേണുസുതി ആരാ? രേണുസുതി അത് അല്ല, നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്, നമ്മൾ കാണാറില്ല. ഈ സജീന എന്ന് പറഞ്ഞ ഒരാളും പിന്നെ വേറൊരാളും ഉണ്ട്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ഒരു ഐറ്റം. ഇവർ 2 പേരുമാണ് രേണുസുതിയെ പറ്റി എന്തെങ്കിലുമൊക്കെ, എന്ത് രേണുസുതി പറഞ്ഞാലും, രേണുസുതി പച്ചയ്ക്ക് നിന്ന് ഞാൻ പറയുന്നില്ല, നല്ല തെറി പറഞ്ഞാലും രേണുസുതി പാവം, രേണുസുതി സൂപ്പർ, രേണുസുതിയുടെ അവളുടെ അവസ്ഥ കൊണ്ട് ഇതും പറഞ്ഞ് വെളുപ്പിക്കാൻ ഇറങ്ങുന്ന 2 ഐറ്റങ്ങൾ. വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല രേണുസുതി. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ രേണുസുതി ഒരു ലിസ്റ്റ് എടുത്തിട്ട് ഒന്ന് പറയൂ, നിങ്ങളെ വിമർശിക്കുന്നത് ആരൊക്കെയാണ്, നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും വെള്ള പൂശി രേണുസുതി സൂപ്പർ എന്ന് പറയുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് പറയാമോ? ഒരു 3-4 പേരെങ്കിലും. കാണാത്തതുകൊണ്ടാ, കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ടാ, ഒരു ആഗ്രഹം കൊണ്ടാ, ഒരു ആക്രാന്തം കൊണ്ടാ. ഒന്ന് പറയുമോ ആരൊക്കെയാ നിങ്ങളെ ഇതുമാത്രം അങ്ങോട്ടിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നത്? നമുക്ക് ബാക്കി കേൾക്കാം. ഇപ്പൊ ഞാൻ അറിയുന്ന ഈ നെഗറ്റീവ് ഓരോ എന്നെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത്. അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത്. സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമാക്കാരനാണ്, സോ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ, എടോ എനിക്ക് 34 വയസ്സേ ഉള്ളൂ, താൻ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന്, ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ. താനെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടടോ. ചേച്ചി എന്തുവാ ചേച്ചി പറയുന്ന? ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടാനൊക്കെ? പുള്ളി ഇനി എന്തെങ്കിലുമൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് പിന്നെ ഇനി അടുത്ത കേസിന്റെ പുറകെ പോകാനും അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാനും റീച്ച് ഉണ്ടാക്കാനും അല്ലേ? പൊന്ന് സന്ധിവിള ചേട്ടാ, ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒന്നും എടുത്ത് പുറത്ത് വിടല്ല ചേട്ടാ. ലാസ്റ്റ് ഈ ഐറ്റം തന്നെ കൊണ്ട് കേസ്. നിങ്ങൾക്ക് പിന്നെ ആകെ പുത്തരിയല്ല. എന്നാലും രേണുസി എന്തൊക്കെയാ രേണുസി കേൾക്കുന്നത്? പുള്ളി പറഞ്ഞ് ഞാനും കേട്ടായിരുന്നു കേട്ടോ, എന്തൊക്കെയോ വീഡിയോകൾ ദുബായ്, നമുക്കറിയാൻ പാടില്ലേ? അറിയാത്ത കാര്യത്തെ പറ്റിയൊന്നും നമ്മൾ പറയുന്നില്ലേ? പക്ഷെ രേണുസി ഇത്ര റോസാകുലയായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ആരാണെന്നുള്ള സത്യം, നിങ്ങൾ എങ്ങനെ റീച്ചായി എന്നുള്ളൊരു സത്യം. ഇവിടെ ഓൺലൈൻ മീഡിയക്കാരും റിയാക്ട് ചെയ്യുന്നവരും ഇല്ലെങ്കിൽ രേണു ഇല്ല. ഓക്കെ, രേണു ഇല്ല, അത് രേണു വല്ലപ്പോഴും മനസ്സിലാക്കണം. പിന്നെ സുധി എന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോണ് നിങ്ങൾ. ഇല്ലെങ്കിൽ എങ്ങും എത്താതെ ഏതെങ്കിലും ചെറിയൊരു കടയിൽ ജോലിക്കും പോയി ആ പിള്ളേരെ നോക്കിയിരിക്കേണ്ട വന്നേനെ. ഓക്കെ, അല്ലാതെ മറ്റേ ഭയങ്കരമായിട്ടുള്ള, പിന്നെ സിനിമാക്കാരെ അയ്യോ ചേച്ചി, എനിക്ക് തോന്നുന്നില്ല ചേച്ചി എത്രയൊക്കെ പുകഴ്ത്തി പറഞ്ഞാലും സിനിമയിലോട്ടൊക്കെ തേത്തിയെ വിളിക്കുവോ എനിക്കറിയത്തില്ല. ഏതോ സിനിമയുടെ ചാൻസ് ഒക്കെ പോയെന്നൊക്കെ ഇടയ്ക്ക് എവിടെ ആരോ പറയുന്നത് കേട്ടായിരുന്നു. ഏത് സിനിമയിലെ ചാൻസാ ചേച്ചി? ആരാ ചേച്ചിയെ വിളിച്ചത്? ചേച്ചിയുടെ ആൽബത്തിലെയും ഷോർട്ട് ഫിലിമിലെ അഭിനയം കണ്ടിട്ടാണോ ചേച്ചി? എനിക്കറിയത്തില്ല, ഞാനൊന്നും പറയുന്നില്ല. അവരുടെ അഭിനയമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട്. ചേച്ചിയുടെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. ഉള്ളത് ഞാൻ ഉള്ള പോലെ പറയും. നന്നായിട്ട് പാടാൻ കഴിവുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ നല്ല കഴിവുള്ള സാധനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. എന്തിനാണോ കഴിവ് അത് ചെയ്ത് മുന്നോട്ട് പോവുക. പിടികിട്ടിയില്ലേ? പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. പക്ഷേ വലിയ നടി അഭിനയിക്കുന്നതൊക്കെ പൊളിയാണെന്നൊക്കെ എൻ്റെ പൊന്നി വെച്ച് അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ. വയ്യ, താങ്ങാൻ വയ്യ. ഓടിച്ചിട്ട് കണ്ടാൽ പോലും എൻ്റെ പൊന്നെ ഇട്ടിട്ട് ഓടാൻ തോന്നും. അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, കാണുന്നുണ്ടല്ലോ ഇതെല്ലാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.